ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. മൂർത്തി അരുണയോട് പറയാം, ഒന്നും പറ്റിയില്ലെങ്കിൽ എല്ലാം പൂട്ടിക്കെട്ടി ഞാൻ അവസാനിപ്പിക്കും, എന്നിട്ട് ഞാൻ ഒന്നേന്ന് തുടങ്ങും. അരുണ പറയാം, അങ്ങനെ വേണം, ഉറച്ച തീരുമാനം. ഇങ്ങനെയാണ് ആണുങ്ങൾ. കണ്ടില്ല മോളെ, മോളുടെ അച്ഛൻ അഭിമാനം ഉണർന്ന് എഴുന്നേൽക്കുക. എടോ അരുണ, താനെന്താ പറഞ്ഞ മോളുടെ അച്ഛനെന്ന്? അയ്യോ, അതൊരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ. ദേ നോക്കിക്കോ മോളെ, ദാ നിൽക്കുന്ന മോളുടെ അച്ഛൻ. അത് കേൾക്കുമ്പോൾ മൂർത്തിയുടെ ഒരു സന്തോഷം ഒന്ന് കാണണം. ഇനി ഈ കുഞ്ഞെന്നെ അച്ഛാന്നൊന്ന് വിളിച്ചു കേട്ടാൽ മതി, അത് കേൾക്കും മൂർത്തി. എന്നെ അമ്മയെന്നും വിളിക്കും, മൂർത്തിയെ അച്ഛാന്നും വിളിക്കും. അത് എന്നായിരിക്കുള്ളൂ അരുണേ. ഇനി നമ്മൾ ജീവിക്കുന്നതിന് ഇവൾക്ക് വേണ്ടിയല്ലേ മൂർത്തി? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കാത്തിരിപ്പ്. അതെ, അച്ഛാന്നോ അമ്മയെന്നും വിളിക്കുന്ന കേൾക്കാനുള്ള കാത്തിരിപ്പ്. ഈ സുന്ദരിക്ക് ആദ്യം പല്ല് വരുന്നത് നോക്കിയുള്ള കാത്തിരിപ്പ്, പിന്നെ കമഴ്ന്ന് വീഴുന്ന കാണാനുള്ള കാത്തിരിപ്പ്, പിന്നെ സ്കൂള്, കോളേജ്. ഈ കാത്തിരിപ്പാ മൂർത്തി ഇനിയുള്ള നമ്മളുടെ ജീവിതം. മൂർത്തി അരുണയുടെ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ച് മുത്തം കൊടുത്തിട്ട് പറയുന്നു, ഈ പൊന്നുമണിയുടെ കല്യാണം അത് നമുക്ക് അടിച്ചു പൊളിച്ച് നടത്തണം. അരുണ സന്തോഷത്തോടെ പറയാം, ഇത്രയൊക്കെ ചിന്തിച്ച് കൂട്ടിയാൽ മതി മൂർത്തി, അല്ലെങ്കിൽ പിന്നെ ഇത് ആർഭാടമായി പോവും. അപ്പോഴവിടുത്തെ സ്റ്റാഫ് വന്ന് പറയുന്നത്, നിങ്ങളെ ഒപ്പിടാൻ വിളിക്കുന്നുണ്ട്, ഒരിക്കൽ കൂടി നിങ്ങൾ രണ്ടുപേരും വരേണ്ടി വരും. അത് കഴിഞ്ഞാൽ മോളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിനെന്താ, അത് മതി. അങ്ങനെ അരുണയും മൂർത്തിയും കുഞ്ഞിനെ ഒരുപാട് ലാളിക്കുന്നുണ്ട്. ശാന്ത രാജേന്ദ്രനോട് വന്ന് ചോദിക്കുക, എല്ലാം ചെയ്തു വെച്ചപ്പോൾ തൃപ്തിയായല്ലോ? ആ സിയയ്ക്ക് സംശയം തോന്നുന്നതിന് തൻ്റെ ഭാഗ്യമാണ്. അതിനെനിക്കറിയാമോ നീ ആ സിയയുടെ മുന്നിൽ ആ പണ്ടാരമടങ്ങി നിൽക്കുന്നതെന്ന്? അല്ലെങ്കിൽ പിന്നെ നീ വാ തുറന്ന് പറയണം. പിന്നെ തൊട്ട് മുന്നിൽ സിയെ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ഞാൻ സിഗ്നൽ തരാൻ പോവല്ലേ. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ ആ കൊച്ചിനെ എന്ത് ചെയ്ത്? കൊച്ചോ? ഏത് കൊച്ച്? ശാരികയുടെ കൊച്ചിനെ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ എടുത്തോണ്ട് പോയില്ലേ? അതിൻ്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്കെന്താടി പ്രാന്തായോ? പറയുന്ന കേട്ടാ തോന്നുമല്ലോ കൊച്ചിനെ നീ എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നിട്ടാ പറയുന്നതെന്ന്. ദേ കളിക്കാതെ സത്യം പറഞ്ഞോണം, നിങ്ങളോടൊപ്പം വേറെ ആരോ ഉണ്ടായിരുന്നു. അവരാ അകത്ത് വന്ന് കൊച്ചിനെ എടുത്ത്. എടാ, ഇത് വലിയ ശല്യമായല്ലോ. എടി ശാന്ത, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. സത്യമായിട്ട് ഞാൻ ആ കുഞ്ഞിനെ എടുത്തിട്ടില്ല. അല്ല ചോദിക്കട്ടെ, ഇപ്പോൾ കുഞ്ഞ് അവിടെ ഇല്ലേ? അവിടെ ഇല്ലാത്തോണ്ടല്ലേ നിങ്ങളോട് ചോദിച്ചത്. ഈശ്വര, അപ്പോൾ ആ പ്രതീക്ഷയും പോയോ? എടി ശാന്ത, പിന്നെ കുഞ്ഞിനെ ആരെടുത്തോണ്ട് പോയി? എനിക്കറിയില്ല. എടി, നീ പറയുന്ന ഉറപ്പാണോ? എൻ്റെ ദൈവമേ, ആ കൃഷ്ണൻകുട്ടിയോട് ഞാനിനി എന്ത് പറയും? അയാളെന്നാ വെച്ചാൽ കാശിന് ഞാൻ എങ്ങനെ ഒപ്പിച്ചു കൊടുക്കും? ദൈവമേ, ഇയാളല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ ആരാ കൊണ്ടുപോയത്? CI റസാക്ക് വിളിച്ചതനുസരിച്ച് ശാലിനിയും ശിവനും കൂടെ തൻ്റെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ശാലിനി അങ്ങോട്ട് ഓടി വരുവാണ്. റസാക്കെ, കുഞ്ഞിനെ തട്ടിയെടുത്തതാണെന്ന് ആ സ്ത്രീ സമ്മതിച്ചോ? മേഡം, അത് ആദ്യം കുഞ്ഞ് നമ്മുടെ തന്നെ ആണോ എന്നൊന്ന് നോക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളോട്ട് കടന്നാൽ മതിയല്ലോ. അവരെവിടെയാ റസാക്കെ? മേഡം വരൂ, കാണിച്ചു തരാം. പ്രതീക്ഷയുടെ ശാലിനി ഓടി വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കയ്യിലൊരു കുഞ്ഞിരിക്കുന്നുണ്ട്. അത് ശാരികയുടെ കുഞ്ഞല്ലെന്ന് ശാലിനിക്ക് മനസ്സിലായി. ഇതാണോ റസാക്ക നിങ്ങൾ പറഞ്ഞ കുട്ടി? അതെ മേഡം, ഈ കുഞ്ഞല്ല. എൻ്റെ ഈശ്വര, എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. ഞാൻ ഇനി ഇതൊക്കെ ശാരികച്ചയുടെ എങ്ങനെ പറയും? ഇവിടെ എത്തുന്നത് വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. മേഡം, അന്നത്തെ ദിവസം ആരോ ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്ന കണ്ടെന്നല്ലേ പറയുന്നത്? CCTV ഫൂട്ടേജിൽ സംശയാതീതമായി ഒന്നും കണ്ടിട്ടുമില്ല. പിന്നെ നിലവിലുള്ള മോഷ്ടാക്കളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് ഒരു ചോദ്യം ചെയ്യലും കൂടെ നടത്തി നോക്കാം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ലല്ലോ. ശിവന് ദേഷ്യം വരുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. എന്തെങ്കിലും പ്രവർത്തിച്ച് കാണിക്ക്. റസാക്കിന് ദേഷ്യം വരുന്നുണ്ട് ശിവനോട്. ശാലിനി പറയാം, സമയം കഴിയുന്തോറും കുട്ടിയെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമമേ താമസിച്ചുകൊണ്ടിരിക്കുക. ശാലിനി സങ്കടത്തോടെ പറയാം, എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. റസാക്ക് പറയുന്നുണ്ട്, മാഡം, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും തമിഴന്മാർ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഉടനെ തന്നെ മേഡത്തിനെ വിളിച്ചറിയിക്കാം. ശാലിനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എന്നാൽ നോക്കട്ടെ പോലീസിൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് നടന്നു പോവാം. ഈ സമയത്ത് തൻ്റെ ശിവനും റസാക്കും കൂടെ ഒരു നോട്ടമുണ്ട്. ഒന്നൊന്നര നോട്ടമാണ്. ശിവ, മോളുടെ വിവരം ഒന്നും കിട്ടാതെ ഞാൻ എങ്ങനെയാണ് ശാരിയേച്ചിയെ ഫേസ് ചെയ്യുന്നത്? മോളെ കാണണമെന്ന് നിർബന്ധം പിടിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ശിവൻ പറയാം, എനിക്ക് സംശയം ആ ശാന്തയെ തന്നെയാണ്. ശാന്തയുടെ പരിഭ്രമത്തിലും ആ സംസാരത്തിലും ആ ഫോൺ വരവിലും ഒക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല ശിവ. അമ്മയോടൊപ്പം ഒരുപാട് വർഷം കൊണ്ട് കൂടെ നിൽക്കുന്നതാ. അതുകൊണ്ട് അവരെ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോഴും ഒരു ചോദ്യം കിടക്കുക, ആര്, എന്ത്, എവിടെ നിന്നാ ചതി വന്നിരിക്കുന്നത്? ഈ സമയത്ത് ഒരു മുഖം പോലും എൻ്റെ മനസ്സിൽ വരുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു പോവുകയാണ്. ഇങ്ങനെ വിഷമാവസ്ഥയിൽപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളിൽ ഒരാശ്വാസമായിരുന്നു എൻ്റെ അമ്മ. എത്ര വലിയ വിഷമവും എൻ്റെ അമ്മയുടെ തലോടിൽ അത് പരിഹരിച്ചു തരുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോലും ഒന്ന് ചെല്ലാൻ തോന്നുന്നില്ല. തീർത്തും ഞാൻ ഒറ്റപ്പെട്ടതുപോലെ. എനിക്കറിയാം ശിവ, ഇതിൻ്റെ എല്ലാ അവസാനം വലിയൊരു കുറ്റപ്പെടുത്തലിന് ഞാൻ മറുപടി പറയേണ്ടി വരും. അതിനു മുമ്പ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. എവിടെയാണെങ്കിലും കുഞ്ഞിനെ കണ്ടെത്തണം.
കണ്ടെത്തിയേ പറ്റൂ ശിവ. ശാലിനി, താനിങ്ങനെ തളർന്നാലോ? തൻ്റെ ഒരാളുടെ ബലത്തിലാ തന്നെ ആശ്രയിക്കുന്നവരെല്ലാവരും നിൽക്കുന്നത്. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ തനിക്കേ പറ്റൂ. അങ്ങനെയുള്ള താനിങ്ങനെ തളർന്നാൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്ത് വന്നാലും നേരിടണം. ഒരു ജില്ല ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ഒരുപാട് ജീവിതങ്ങൾ ഓരോ ദിവസം കാണുന്നുമുണ്ട്. അവനവൻ്റെ മനോവീര്യം തകർന്നു പോയാൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാം? ശാലിനി ഓഫീസിൽ നിന്നാണെന്ന് തോന്നുന്നു വിളിക്കുന്നുണ്ട്. ഞാൻ ഉടനെ എത്താം എന്നിങ്ങനെ ശാലിനിയും പറയുന്നു. ശിവൻ ചോദിക്കുക, ഓഫീസിൽ നിന്നല്ലേ വിളിച്ചത്? ശാലിനി, ഞാൻ ഓഫീസിൽ കൊണ്ടുവിടാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും പോലീസിൻ്റെ വിളി വരും. മോളെ കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട്. പിന്നെ ഞാൻ എൻ്റെ വഴിക്കും തിരയുന്നുണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കാം ശാലിനി. രാഘവേട്ടനും പിള്ളയ്ക്കും കുറച്ച് വെപ്രാളമൊക്കെ ഉണ്ട്. രാഘവേട്ടൻ്റെ കുറച്ച് ഗുളികകളൊക്കെ എടുത്തു വെച്ചിട്ട് പിള്ള പറയുന്നുണ്ട്, പ്രഷറിനും ഷുഗറിനും തലവേദന വരുമ്പോൾ കഴിക്കാനുള്ളതുമാണെന്നും പറഞ്ഞ് ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. മരുന്നുകളൊക്കെ ദാണ്ടാണ് ഇതിനകത്താക്കി വെച്ചിട്ടുണ്ട്. ബാക്കി മരുന്നുകളൊക്കെ ഓരോ ഡപ്പിയിലാക്കി പേരെഴുതി ഞാൻ റൂമിൽ വെച്ചിട്ടുമുണ്ട്. എടോ പിള്ളേ, ഇതൊക്കെ ഞാൻ തന്നെ എടുത്ത് കഴിക്കണമെന്നാണോ താൻ പറയുന്നത്? ഞാൻ പൊന്നിയെ പറഞ്ഞ് ഏർപ്പാടൊക്കെ ഇട്ടുണ്ട് സാറേ. പിന്നെ പൊന്നിക്ക് എന്തെങ്കിലും അസൗകര്യം വന്നാൽ സാറ് തന്നെ അതൊക്കെ നോക്കിയെടുത്ത് കഴിക്കേണ്ടി വരും. അല്ലടോ പിള്ളേ, താനിപ്പോൾ എങ്ങോട്ടാ പോകാൻ പോന്നെ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എടോ പിള്ളേ, താനിപ്പോൾ പോയാലേ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് എന്തെങ്കിലും പോലീസുകാർ വന്ന് അന്വേഷണമായിട്ട് വന്നാലോ? അങ്ങനെയാണെങ്കിൽ ഞാനാകെ കുഴഞ്ഞു പോകും സാറേ. സാറിനോട് ഇതിനെപ്പറ്റി ആരും ഒന്നും ചോദിക്കാനോ പറയാനോ വരില്ല. സാറിനെ സുഖമില്ലാത്ത ആളാണെന്നുള്ള പരിഗണനയും കിട്ടും. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്തെങ്കിലും സംശയം തോന്നിയാൽ കുഴപ്പമാണ്. കേസ് കറങ്ങിത്തിരിഞ്ഞ് വേറെ വഴിക്ക് പോകും. ചിലപ്പോൾ അകത്തും പോകും. അതാ 1-2 ദിവസം ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും എല്ലാം ശരിയായി വരും. എടോ പിള്ളേ, ആ കൊച്ചിനൊന്നും പറ്റിയില്ലല്ലോടോ. തൻ്റെ ഈ പോക്ക് കാണുമ്പോൾ എനിക്കൊരു സംശയം. അതൊന്നും ഓർത്ത് സാറ് ടെൻഷൻ അടിക്കേണ്ട. കൊച്ചു സുഖമായിട്ടൊരു വീട്ടിൽ വളരുന്നുണ്ട്. അല്ലടോ പിള്ളേ, താൻ പെട്ടെന്ന് ഇവിടുന്ന് മാറി നിന്നാലേ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? അതിന് ഞാൻ ഒളിച്ചു പോകുമല്ലോ സാറേ, ഒരു തീർത്ഥാടനത്തിന് പോകുമല്ലേ. അപ്പോൾ പിന്നെ അതിലാർക്കും സംശയിക്കാനില്ല. എടോ പിള്ളേ, താൻ പോകുമ്പോഴേ എൻ്റെ കാര്യമാണോ കഷ്ടത്തിലാകുന്നത്. എന്നാലും സാരമില്ല, മാറി നിൽക്കുന്ന നല്ലതെങ്കിൽ താൻ അങ്ങനെ ചെയ്തോ. അയ്യോ രാഘവൻ സാറേ, മിണ്ടാതിരിക്കുക. സത്യാമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. സത്യാമ്മ വന്നിട്ട് ചോദിക്കും, അല്ല പിള്ള എവിടെ പോകുന്നെന്ന് പറഞ്ഞു കേട്ട്. ഞാൻ പളനി വരെ ഒന്ന് പോവുക. 2 വർഷം മുമ്പേ വീട്ടുകാരൊരു നേർച്ച നേർന്നായിരുന്നു കാവടി എടുക്കാവുന്നു. എന്നാൽ അതൊന്നും നടത്തിയേക്കാന്ന് വിചാരിച്ച്. അതെന്തായാലും നന്നായി പിള്ളേ. വഴിപാടുകൾ നേർന്നാൽ നടത്തണം, അല്ലെങ്കിൽ പിന്നെ അതൊരു കടവായിട്ട് അവിടെ തന്നെ കിടക്കും. അത് പിന്നെ നമുക്കും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ സത്യാമ്മ പറയുമ്പോൾ പിള്ള പറയാ, പളനി മാത്രമല്ല മധുരയും രാമേശ്വരവും മറ്റ് 2-3 ക്ഷേത്രങ്ങളിലൊക്കെ ചുറ്റണമെന്നുണ്ട്. കൊള്ളാലോടോ പിള്ളേ, അപ്പോൾ അതൊരു വലിയ യാത്രയാണല്ലോ. അതെൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു സത്യാമ്മേ. അതെന്തായാലും നന്നായി. അല്ല പിള്ളേ, എന്നത്തേക്കാ യാത്ര? അയ്യോ ദാണ്ട ഞാൻ പുറപ്പെടുകയായി. വീട്ടിലെത്തി എല്ലാവരോടും ഒന്ന് യാത്ര പറയുന്ന താമസമേ ഉള്ളൂ. അത് ശരി, അപ്പോൾ എല്ലാം തീരുമാനിച്ച് ഒരുങ്ങി നിന്നിട്ടാ ഞങ്ങളോടൊക്കെ പറയുന്നതല്ലേ? പിള്ള ഈ പറഞ്ഞുണ്ടാക്കുന്ന കള്ളങ്ങളൊക്കെ കേൾക്കുമ്പോൾ രാഘവേട്ടൻ ആകെ പരുങ്ങുന്നുണ്ട്. സത്യമ്മ പറയാം, പിള്ള ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പോൾ വരാവേ. എടോ പിള്ള, എന്താടോ ഫാമയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയതാണോ? അതല്ല രാഘവൻ സാറേ, ഇനി വഴിപാട് തരാനുള്ള കാശെടുക്കാൻ പോയതായിരിക്കും. അതിന് ഇയാൾ അമ്പലത്തിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പോൾ കാശ് എന്ത് ചെയ്യും? അത് അമ്പലത്തിലേക്കൊക്കെ ആക്കാമല്ലോ. പറഞ്ഞതുപോലെ സത്യമ്മ കുറച്ച് നോട്ട് കൊണ്ടുവന്ന് പിള്ളയ്ക്ക് കൊടുത്തിട്ട് പറയുന്നു, ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതല്ലേ, വഴിപാടിനൊക്കെ ഇത് ഉപകരിക്കും. ഒരു മടിയും കൂടാതെ പിള്ള സത്യാമ്മയുടെ നിന്ന് തൊഴുതു പിടിച്ച പൈസയൊക്കെ വാങ്ങിച്ച് പോക്കറ്റിൽ ഇടുന്നുണ്ട്. എന്നാൽ പിന്നെ യാത്ര ചോദിക്കുന്നില്ല, ഞാൻ ഇറങ്ങുവാണേ എന്നും പറഞ്ഞ് പിള്ള ഇറങ്ങുന്നുണ്ട്. പിള്ളയുടെ വെപ്രാളം പിടിച്ച ആ ഓട്ടം കണ്ടിട്ട് സത്യാമ്മ മനസ്സിൽ പറയുന്നു, ഈ യാത്രയിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. അല്ല രാഘവേട്ട, പിള്ള എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഏയ് ഇല്ല വാമേ. നല്ല സന്തോഷത്തിലിരുന്ന് ദാണ്ട രാജേന്ദ്രൻ കൈയുടെ നഖമൊക്കെ ഇങ്ങനെ വെട്ടുക. ദാണ്ട വരുന്നുണ്ട് കൃഷ്ണൻകുട്ടി. രാജേന്ദ്രൻ അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി അവിടെ മാറി ഒളിഞ്ഞു നിന്ന് രാജേന്ദ്രനെ ഫോൺ ചെയ്യുന്നത്. രാജേന്ദ്രൻ ഫോൺ എടുത്തിട്ട്, സാറേ അതൊരു പ്രശ്നമുണ്ടായി, ഇന്നലെ കുഞ്ഞിനെ എടുക്കാൻ പറ്റിയില്ല. എന്നാലേ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരുക, നീ അവിടെ കാണണം. അയ്യോ സാറേ, ഞാൻ വീട്ടിലില്ല, ഞാൻ താലൂക്ക് ആശുപത്രിയിലാണ്. വല്ലാത്ത നെഞ്ചുവേദനയാ സാറേ, ECG എടുത്തുകൊണ്ടിരിക്കുക. 1-2 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. പക്ഷേ രാവിലെ ആ ശക്തി അങ്ങോട്ട് പ്രാപിച്ചത്. എടാ രാജേന്ദ്രൻ, നെഞ്ചുവേദന തന്നെയല്ലോ, അല്ലാതെ ശക്തി പ്രാപിക്കാൻ കൊടുങ്കാറ്റുമൊന്നും അല്ലല്ലോ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരാം. എന്നാലേ ഞാൻ ആശുപത്രിയിലോട്ട് വരാം. ഇതെല്ലാം കൃഷ്ണൻകുട്ടി രാജേന്ദ്രനെ നോക്കിക്കൊണ്ടാണ് ഈ ഫോൺ ചെയ്യുന്നത്. അയ്യോ വേണ്ട, ആശുപത്രിയിലോട്ടൊന്നും വരണ്ട, ഞാൻ നാണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും എന്നിങ്ങനെ പറഞ്ഞിട്ട് രാജേന്ദ്രൻ നേരെ നോക്കുമ്പോൾ നാണ്ട ചിരിച്ചുകൊണ്ട് ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻകുട്ടിയാണ് കാണുന്നത്. കയ്യോടെ പിടികൂടിയല്ലോ എന്നുള്ള ഒരു പരിങ്ങൽ നിൽക്കുവാണ് രാജേന്ദ്രൻ. എന്താടാ, ഹോസ്പിറ്റലിൽ നിന്ന് നീ ഇപ്പം ഇങ്ങോട്ട് പറന്നാണോടാ വന്നത്? നീ എന്താടാ ആളെ പറ്റിക്കുവാണ്? അയ്യോ അതല്ല സാറേ, ഒരബദ്ധം പറ്റിയത്. അബദ്ധം നിനക്കല്ലടാ പറ്റിയത്, എനിക്കാടാ. നിന്നെപ്പോയി ഈ പണി ഞാൻ ഏൽപ്പിച്ചല്ലോ സാറേ. കുഞ്ഞിനെ എടുക്കാൻ പറ്റിയില്ല, എങ്കിൽ പിന്നെ എൻ്റെ കാശ് താടാ.
ജോലി ചെയ്യാൻ വേണ്ടിയാ നിനക്ക് കാശ് തന്ന്, നീ അപ്പോഴാ ജോലി ചെയ്തില്ലെങ്കിൽ ആ കാശ് എനിക്ക് തിരിച്ചു തരണ്ടേ? എടുക്കടാ കാശ് ഇങ്ങോട്ട് എന്നും പറഞ്ഞ് രാജേന്ദ്രൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ഇങ്ങനെ പിടിച്ചമക്കുക. ആഹാ, അത് ശരി, കിഴവൻ ഗുണ്ടായസം കാണിക്കാൻ വന്നിരിക്കുവാണോ? എടാ, ഇത് പഴയ തടിയാടാ, ആണി അടിച്ചാൽ പോലും അത് വളഞ്ഞു പോകുന്ന കരിവീട്ടി തടിയാടാ, നിനക്കെന്നെ അടിക്കണോടാ എന്നും പറഞ്ഞ് രാജേന്ദ്രൻ്റെ ചെവിക്കുറ്റി നോക്കി പൊട്ടിക്കുന്നുണ്ട്. ആഹാ, താനെന്നെ തല്ലി ഇല്ലടോ? എടാ, കാശ് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊല്ലുവടാ എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടി അവനെ ഉപദ്രവിക്കുന്നുണ്ട്. അയ്യോ രാജേട്ടാ, വേണ്ട, വിട് വിട്, എന്തായി കാണിക്കുന്നത് എന്നും പറഞ്ഞ് ശാന്ത ഓടി വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുക. എടീ ശാന്ത, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ലടി, ഇയാൾ എന്നെ വട്ടം പിടിച്ചിരിക്കുക, എന്തായി കാണിക്കുന്നത്? എൻ്റെ കാശ് എടടാ. തണ്ട് അപ്പോഴത്തേക്കും അയൽക്കാരൊക്കെ ഓടി കൂടിയിട്ടുണ്ട്. കാശും തരത്തില്ല, മര്യാദയ്ക്ക് കൊച്ചിനെ കൊണ്ടുവന്ന് താടാ എന്നിങ്ങനെ പറയുന്നാണ്ട ശിവൻ അവിടെ നിൽക്കുക. ശാന്ത പെട്ടെന്ന് ഞെട്ടലോടെ ശിവനെ നോക്കുക. കൃഷ്ണൻകുട്ടി രാജേന്ദ്രനോട് പറയാം, എടാ, ഒന്നീ കാശ് അല്ലെ കുഞ്ഞ്, രണ്ടിലേതെങ്കിലും എനിക്ക് കിട്ടണം. രാജേന്ദ്രനെ പിടിച്ചിട്ട് ശിവൻ ചോദിക്കണം, ഏത് കൊച്ചാടാ, ഏത് കൊച്ചിനെ കിട്ടാൻ വേണ്ടിയാടാ നീ ഇവരുടെ നിന്ന് കാശ് മേടിച്ചത്? ഏത് കൊച്ചിൻ്റെ പേരിലാടാ നീയൊക്കെ ഇവിടെ കിടന്ന് തമ്മിലടിക്കുന്നു? ശിവൻ വിടുവോ രാജേന്ദ്രനെ? കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുക. ശാന്ത ഇങ്ങനെ ഫൈന് നിൽക്കുക. ശിവൻ ദേഷ്യത്തോടെ ശാന്തയെ നോക്കുന്നു. നീയൊക്കെ പറയുവടാ, തത്ത പറയുന്ന പോലെ. അങ്ങ് ഇവിടെ അല്ല, പോലീസ് സ്റ്റേഷനില്ല. ശിവനെ കണ്ടതും കൃഷ്ണൻകുട്ടി അങ്ങ് ഭയപ്പെടുക. ആ ശ്രമത്തിൽ സുസ്മിതയുടെ അടുത്ത് അവിടുത്തെ സ്റ്റാഫ് എന്തൊക്കെയോ പേപ്പേഴ്സ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വന്ന് കണ്ട് ബോധ്യപ്പെട്ടെങ്കിലേ സൈൻ ചെയ്യൂ, ഇത് ഞാൻ ഇപ്പം തന്നെ സൈൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് പല്ലിങ്കിളി ചേർത്തൻ അങ്ങോട്ട് വരുന്നുണ്ട് സുസ്മിത എടുത്തിട്ട്. ഞാൻ രാഹുലാണെന്ന് ഏതോ ഇൻഷുറൻസ് കമ്പനിയുടെ പേരും ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് സുഹാസിനി ദേവിയെ ഒന്ന് കാണണം. അതിനെന്താ, ഞാൻ തന്നെയാണ് സുഹാസിനി. എന്താണ് രാഹുലിന് പറയാനുള്ളത്? ഇവിടുത്തെ ഒരു അന്തേവാസി 1 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നല്ലോ. അദ്ദേഹം നോമിനിയായി വെച്ചിരുന്നത് ഈ ട്രസ്റ്റിന്റെ പേരാണ്. ഓ, ഞാൻ ആ ലെറ്റർ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് പിന്നീടൊന്നും പറയാത്തത് കൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. വെറുതെ എന്തിനാ മാഡം ആ പൈസ പാഴാക്കി കളയുന്നത്? അതെ, പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ഫണ്ട് വരുമ്പോൾ ഞങ്ങൾക്കത് നേരിട്ട് ഏറ്റെടുക്കാനാവില്ല. ഹെഡ് ഓഫീസിലോട്ട് അയച്ച് അവിടെ നിന്ന് അനുമതി വരണം. നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വന്ന എല്ലാ പേപ്പേഴ്സും ഞാൻ ഹെഡ് ഓഫീസിലോട്ട് അയച്ചിട്ടുമുണ്ട്. അവിടുന്ന് അനുകൂലമായ മറുപടി വന്നാൽ തുക കൈപ്പറ്റാനുള്ള നീക്കങ്ങൾ നടത്തും. സത്യത്തിൽ ഈ ആശ്രമമായിട്ടുള്ള പരിചയം കൊണ്ടാണ് ഞാനിത് നേരിട്ട് വന്നിവിടെ പറയുന്നത്. സുസ്മിത പറയാം, ഞാൻ സ്വാമിയോട് സംസാരിക്കാം. പിന്നെ ഇത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം പണം കിട്ടും? അത് മാഡം, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ പണം പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മുടെ കളക്ടർ ഭർത്താവിൻ്റെ ഇൻഷുറൻസ് തുക 2 ആഴ്ച കൊണ്ട് ശരിയായില്ലേ? അയാൾ അങ്ങനെ പറഞ്ഞത് സുസ്മിത അങ്ങ് ഞെട്ടി. ഏത് കളക്ടർ? നമ്മുടെ കളക്ടർ ശാലിനി മാഡത്തിൻ്റെ. ശാലിനിയുടെ ഭർത്താവ്? അതെ, വിഷ്ണു. സുസ്മിത ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. ദൈവമേ, ശാലിനിയെ ജീവനോടെ കൊത്തിക്കീറി പറിക്കാനുള്ള ആയുധമാണ് ഈ വന്ന പൊട്ടെന്നാണ്ട സുസ്മിതയ്ക്ക് കൊടുത്തത്. വന്നവൻ വീണ്ടും വിവരിക്കുക, വിഷ്ണു മധുരയിൽ വെച്ച് മരണപ്പെട്ടായിരുന്നല്ലോ. ഞാനല്ലേ മുഴുവൻ തുകയും മാഡത്തിൻ്റെ അക്കൗണ്ടിലോട്ട് ശരിയാക്കി കൊടുത്തത്. എൻ്റെ ഈശ്വര, ആ വിഷ്ണു അപ്പോഴങ്ങ് പോയോ? ഒരു യാത്രയയപ്പ് പോലും എനിക്ക് അവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. മാഡം, എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിരിക്കും. ഇനി ഇതിൽ കൂടുതൽ എന്ത് കൃത്യം ചെയ്യാനാടാ? ശാലിനിക്ക് നീ കൊടുത്തില്ലേ ശരിക്ക് 8ൻ്റെ പണി? അല്ല രാഹുലെ, എങ്ങനെയാണ് ഈ വിഷ്ണു മരണപ്പെട്ടത്? അത് ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു, സർജറി ഫെയിലുമായി. സുസ്മിത മനസ്സിൽ പറയാം, എടി ഭയങ്കരി, വിഷ്ണു മരിച്ചുപോയ കാര്യം ആരോടും പറയാതെ ആ തുക നീ ഒറ്റയ്ക്ക് അടിച്ചു മാറ്റുമായിരുന്നല്ലേ? മാഡം, എനിക്ക് അർജൻറ്റായിട്ടൊരു അപ്പോയിൻമെൻറ്റുകളുണ്ട്. ഇതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. അങ്ങനെ ശാലിനി രഹസ്യമായി വെച്ചെന്ന കാര്യം ആരറിയരുതെന്ന് കരുതിയോ അവിടെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ട് രാഹുൽ അങ്ങ് പോയി. ആ രാഹുൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കാർഡൊന്നും എനിക്ക് വേണമായിരുന്നു എന്നും പറഞ്ഞ് സുസ്മിത വാങ്ങിക്കുന്നുണ്ട്. എടീ ശാലിനി, നീ ആള് കൊള്ളാമല്ലോ. വെറുതെ അല്ല നീ ആ ശിവനെ അള്ളിപ്പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് തുക രഹസ്യമായി പോക്കറ്റിലാക്കുകയും ചെയ്തു. സ്വന്തം മകൻ മരിച്ച വിവരം നീ സത്യഭാമയെ അറിയിച്ചും കാണത്തില്ല. ഇനി അത് അറിയിക്കാനുള്ള യോഗം ഈ സുഹാസിനി ദേവിക്കാണുള്ളത്. അതിനെന്താ, ഞാൻ അറിയിച്ചോളാം. സ്വന്തം മകൻ മരിച്ചതറിയാതെ പാവം ആ സ്ത്രീ മകന് വേണ്ടി കാത്തിരിക്കുക. കൂടെ ആ കിഴവനും. അതിനെന്താ, ഞാൻ വരാം മോളെ സത്യഭാമയുടെ അടുത്തോട്ട്. ഇതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇല്ലെങ്കിൽ ഈ സുസ്മിത ഉണ്ടാക്കും ഒരു തീരുമാനം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും നാളും വിഷ്ണു മരിച്ച വിവരം സത്യാമ്മയോ രാഘവേട്ടനെയോ അറിയിക്കാതെ ശാലിനി കൊണ്ടു നടന്നു. പക്ഷേ ഇത് സുസ്മിത മൂലം അറിയുമ്പോൾ ഈ സത്യാമ്മയും രാഘവേട്ടനും ശാലിനിയെ വെറുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുസ്മിത പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ശിവനെ സംശയിക്കുകയും ചെയ്യും. വിഷ്ണുവിൻ്റെ ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റാൻ വേണ്ടി ശിവനെ കൊണ്ട് തന്നെ വിഷ്ണുവിനെ കൊല്ലിച്ചതാണെന്ന് പോലും ഈ സുസ്മിത പറയാൻ മടിക്കില്ല. എന്തായാലും വലിയൊരു ആപത്ത് ശാലിനിയെ കാത്തിരിക്കുവാണ്. ഇതിനെയെല്ലാം അതിജീവിക്കാൻ ശാലിനി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.